ഓർമ്മയുണ്ടോ, പണ്ട് നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഒരു ചെറിയ പിണക്കം പോലും എത്ര വലിയ വേദനയായിരുന്നുവെന്ന്? അന്ന് ആശ്വാസത്തിനായി ഓടിച്ചെന്നിരുന്നത് അമ്മയുടെയോ അച്ഛൻ്റെയോ അടുത്തേക്കായിരുന്നു. ആ തലോടലിലും സ്നേഹത്തോടെയുള്ള വാക്കുകളിലും എല്ലാ വിഷമവും മാഞ്ഞു പോയിരുന്നു. ആ ഒരു സുരക്ഷിതത്വം, വൈകാരികമായ അടുപ്പം, അതൊക്കെയല്ലേ നമ്മളുടെ ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ അകൽച്ചകൾ തോന്നും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. എന്നാൽ ഓർക്കുക, ആഴത്തിലുള്ളതും സുരക്ഷിതവുമായ ബന്ധങ്ങൾക്ക് അടിത്തറയിടേണ്ടത് നമ്മുടെ ഭൂതകാലത്തിലെ ആ ആദ്യ സ്പർശനങ്ങളുടെ ഓർമ്മകളിലാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അന്നത്തെ പോലെ തുറന്ന് സംസാരിക്കാനും സ്നേഹത്തോടെ പരിഹരിക്കാനും ശ്രമിക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ശക്തമാകും. വിശ്വസ്തത എന്നത് പണ്ട് നമ്മൾ കളിക്കുമ്പോൾ കൂട്ടുകാരൻ നമ്മളെ ചതിക്കില്ല എന്ന ഉറച്ച വിശ്വാസം പോലെയാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പഴയതുപോലെ ആവില്ല. സ്നേഹമോ, അത് അമ്മയുടെ നിസ്വാർത്ഥമായ വാത്സല്യം പോലെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കേണ്ട ഒന്നാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. പണ്ട് നമ്മൾ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ വീട്ടിലെ മുതിർന്നവർ ക്ഷമയോടെ നമ്മെ തിരുത്താറില്ലേ? അതുപോലെ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാനും നമ്മെ തന്നെ അംഗീകരിക്കാനും പഠിക്കുമ്പോഴാണ് മറ്റുള്ളവരെ പൂർണ്ണമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുക. ഭൂതകാലത്തിലെ വേദനകളെ ഒരു ഭാരമായി കൊണ്ട് നടക്കാതിരിക്കുക. പണ്ട് നമ്മെ വേദനിപ്പിച്ചവരെ ഓർത്ത് ദുഃഖിച്ചിരുന്ന ഇപ്പോഴുള്ള സന്തോഷം ആസ്വദിക്കാനാവില്ല. ക്ഷമയോടെ ആ മുറിവുകളെ ഉണക്കുക. ഓർക്കുക, ഒരു നല്ല ബന്ധത്തിൻ്റെ ഓർമ്മകൾ ഒരു വെളിച്ചം പോലെ നമ്മെ എപ്പോഴും വഴി കാണിക്കും. ആ വെളിച്ചത്തിൽ നിന്ന് ഊർജം സംഭരിച്ച് വർത്തമാന കാലത്തിലെ ബന്ധങ്ങളെ കൂടുതൽ സുരക്ഷിതവും വൈകാരികവുമായി അടുപ്പമുള്ളതാക്കാൻ നമുക്ക് ശ്രമിക്കാം. പഴയ നല്ല ഓർമ്മകളെ ഒരു കരുതലായി ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ പുതിയ ബന്ധങ്ങളിലും ആ ഊഷ്മളത അനുഭവിക്കാൻ കഴിയും.